നല്ലൊരു വിശ്വാസിയായി അള്ളാഹു നമ്മളെ കണക്കാക്കുകയില്ല. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതും, ഒരു വിശ്വാസിയാണെങ്കിൽ അഥവാ നിസ്കരിക്കുകയും നോമ്പുവെൽക്കുകയും അള്ളാന്റെ ദീന് പരലോകത്തേക്ക് വേണ്ടി ജീവിതത്തിൽ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ചില സ്വഭാവങ്ങളുണ്ട്. അത് നമ്മളിലുണ്ടെങ്കിൽ നമ്മളൊരു നല്ല വിശ്വാസിയോ അല്ല, നമ്മൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എത്ര പണിയെടുത്തിട്ടും കാര്യമല്ല. നാട്ടിൽ മറ്റു പലരും രഹസ്യമായിട്ട് പറയും, ആള് വലിയ മുത്തക്കിയ, ഒരു വസ്തുവിനും പറ്റൂല, ഓനൊക്കെ എന്തിനു ഖുർആൻ ക്ലാസ്സിന് പോവുക, ഓനൊക്കെയാണോ അതിന്റെ ആൾക്കാർ എന്ന് നമ്മളെ ദൂരേന്ന് ചൂണ്ടിയിട്ട് ആളുകൾ പറയും. കാരണം നമസ്കരിക്കുന്നുണ്ട്, കുടുംബക്കാരനായിട്ട് പിണക്കുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, പലിശ വാങ്ങുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, രഹസ്യമായിട്ട് സർവ്വ കുതന്ത്രങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കൊള്ളരുതായ്മകൾക്കും പിടിച്ചുപറിക്കും, കൊള്ളലാഭത്തിനും കൈക്കൂലിക്കും ഇതിനൊക്കെ മുൻപന്തിയിലുണ്ട്. ആള് നല്ല ദീനിയാണ്, നോമ്പ് വെൽക്കുന്നുണ്ട്, പക്ഷേ നാവ് കൊണ്ട് പറഞ്ഞാൽ തീരാത്തത്ര കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പരദൂഷണങ്ങളും ഓൻ പറയുന്നുണ്ട്. അതുകൊണ്ടാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും, ഒരിക്കലും ഒരു വിശ്വാസി അവനവന്റെ നാട്ടിൽ സ്വന്തം ജീവിതം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു ഫിത്നയുടെ കണ്ണിയാവാൻ പാടില്ല, ഒരു ഫിത്നയുണ്ടാക്കുന്നവനാവാൻ പാടില്ല. ഇന്ന് തമ്മിൽ അകറ്റുന്നവരുണ്ട്, തമ്മിൽ അടിപ്പിക്കുന്നവരുണ്ട്. കുടുംബത്തിൽ ഇവിടെ കേട്ടത് അവിടെ പോയി പറയും, അവിടെ കേട്ടത് ഇവിടെ പോയി ഒന്നും കൂടി പൊലിപ്പിച്ചു പറയും. എന്നിട്ട് കുടുംബക്കാരെ തമ്മിൽ അന്യോന്യം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം മാറി നിന്ന് രണ്ടു കൂട്ടുകയും കുറ്റം മൂന്നാമതൊരാളോട് പറയും. തമ്മിലടിപ്പിക്കുന്നവര്, അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്റെ പച്ച അറച്ചു തിന്നുന്നവര്, അതേ രീതിയിൽ തന്നെ അകറ്റാൻ വേണ്ടി പണിയെടുക്കുന്നവര്, ഒരുപാട് മനസ്സുകളിൽ മാലിന്യം കുത്തി നിറയ്ക്കുന്നവര്. ഒരു കാരണം ഉണ്ടാവൂല, അതാരെന്നൊന്നുമില്ല. ഒരാളെ കിട്ടിയാൽ അയാളെ മനസ്സിലേക്ക് എന്തൊക്കെ കുത്തി നിറയ്ക്കാനുണ്ടോ അതൊക്കെ കിട്ടിയതങ്ങ് കുത്തി നിറച്ചു കൊടുക്കും. എന്തേൽ അതിന് തെളിവുണ്ടോ? ഇല്ല. ഈ എവിടുന്ന് കേട്ടതാ പത്രത്തിൽ വായിച്ചത്? രാഷ്ട്രീയക്കാരന്റെ പെണ്ണ് വിഷയം, മതക്കാരന്റെ വിഷയം, നേതാക്കളുടെ വിഷയം, സമൂഹത്തിലുള്ള വിഷയം, കുടുംബത്തിലുള്ള വിഷയം, ഇതൊന്നും നേർക്കുനേരെ കണ്ടിട്ടില്ലെങ്കിലും അതിന്റെ അയലത്ത് പോലും ഇല്ലെങ്കിലും കണ്ടവനെ പോലെ വിശദീകരിച്ച് മനസ്സിൽ മാലിന്യം കുത്തിവെക്കുന്നവരുണ്ട്. ഒരു മാന്യതയും കാണിക്കാത്ത നിലയ്ക്ക് കിട്ടുന്ന കല്യാണ വീടാണെങ്കിലും മരിച്ചവരെയാണെങ്കിലും ഒരർത്ഥവും നോക്കാതെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ വിതരണം ചെയ്യുന്ന ആളുകൾ, ഏഷണി, പരദൂഷണം, കുതന്ത്രം, ഇന്ന് അതൊക്കെയാ ചിലർക്ക് ജയിക്കാനും നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ വാക്കുകള്, ഏറ്റവും വലിയ മാർഗങ്ങള്, കുത്തുവാക്കുകള്, തെറികള്, അസഭ്യവർഷങ്ങള്. ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് എന്തും പറയാന്നൊരു തോന്നല നമ്മളിൽ പല ആളുകൾക്കും. അതുകൊണ്ട് തന്നെ പല രീതിയിലും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഒരിക്കലും നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമാകാൻ പാടില്ല. കുത്തിത്തിരിപ്പ് കൊണ്ട് മാത്രം സ്വാധീനം അറിയിക്കുന്നവരുണ്ട്. ഏത് വിഷയത്തിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ആളായി ഒരു സ്വാധീനം അറിയിക്കുക, അങ്ങനെയുള്ള ഫിത്നയുടെ കണ്ണികളാകുന്നതോടൊപ്പം സർവ പരോപകാരങ്ങളും അല്ലെങ്കിൽ ഒരു നാടിന്റെ നന്മ, ഒരു മഹലിന്റെ നന്മ ഒരു കാരണമില്ലാണ്ട് മുടക്കുന്നവര്, ഒരു കാരണമില്ല. ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കണം, ഉടനെ അവന്റെ ചോദ്യം ആരാപ്പുണ്ടാകുക? മുടക്കി. എന്തെങ്കിലും ഒരു നന്മ ഒരാൾ പറയുമ്പോഴേക്കും അതിന്റെ നെഗറ്റീവ് 4-5 പറയും, അതോടുകൂടി അത് മുടങ്ങി. ഏത് കാര്യത്തിലും ഒരു നന്മ ആരെങ്കിലും നിർദ്ദേശിച്ചാൽ പോലും അതിന്റെ ഇല്ലാത്ത അല്ലെങ്കിൽ പരാജയപ്പെടുന്ന വശങ്ങൾ മാത്രം സൂചിപ്പിച്ചു പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പേരുതിരിവുണ്ടാക്കുന്നവർ ഇവിടുന്ന് പറയുന്നതെങ്കിൽ അടുത്തുന്നോട് പറയും അതൊക്കെ ഇപ്പൊ നടക്കുവോ, എന്നിട്ട് ഓൻ നമ്മളെ ഭാഗാക്കും. പിന്നെ അടുത്തൊരു ചർച്ചന്റെ ഇടയിൽ ഓനെ കൊണ്ട് ഇങ്ങെന്ന് പറഞ്ഞേ, ഓൻ അവിടുന്ന് എണീറ്റെന്ന് പറയും. ഓരോ നന്മകളും മുടക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്നവരുണ്ട്, ചേരിതിരിവുണ്ടാക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ആർക്കും ഒരു ഉപകാരവും ചെയ്യൂല, എന്നാൽ മറ്റുള്ളവരുടെ ഉപകാരങ്ങൾ തടയാനും മുൻപന്തിയിലുണ്ടാകും. മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നിടത്ത് 100,000 കുറ്റുണ്ടെങ്കിലും ആരെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്ന സമയത്ത് അത് വേണ്ടെന്ന് പറയാൻ ഇത്തരക്കാർ മുൻപന്തിയിലുണ്ടാകും. ഇങ്ങനെ ഓരോ വീട്ടിലും ഓരോ നാട്ടിലും ഓരോ കുടുംബത്തിലും രഹസ്യമായി കയറി ചെന്ന് നന്മയുടെ വേഷം ധരിച്ച് ഇസ്ലാഹിന്റെ ഭാഗം കാണിച്ച് ആളുകളുടെ മനസ്സുകളിലേക്ക് കുതന്ത്രങ്ങളും കുത്തുവാക്കുകളും ഫിത്നകളും കുത്തിവെക്കുന്ന അവനെ അല്ലാഹു തആല പരിചയപ്പെടുത്തി വയംനഊനൽ മാഊൻ, പരോപകാരം തടയുന്ന അല്ലാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ടവരായിരിക്കും അത്തരത്തിലുള്ള ആളുകൾ. അവരുടെ മനസ്സുകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദുർഗന്ധം അവർ പടർത്തും, ആ ദുർഗന്ധവുമായി അവർ ഊരുചുറ്റും. പല കുടുംബങ്ങളിലേക്കും വ്യക്തികളുടെ മനസ്സിലേക്കും അവരത് കുത്തിവെക്കും. ഇതറിയാത്തവരല്ല ആണോ? അത് പാടില്ലെന്ന് 100 ഖുതുബ കേട്ടവരായിരിക്കും ഇവർ നമ്മൾ ഓരോരുത്തരും.
ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ ബീവിയുടെ വീട്ടിൽ നിന്നും മധുരമുള്ള ഭക്ഷണവുമായി ആയിഷ ബീവിന്റെ അരികിൽ വന്നു. ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് പാത്രം തട്ടിത്തെറിപ്പിച്ചു. ആ തെറിപ്പിക്കുന്ന സമയത്തൊരു വാക്കും പറഞ്ഞു, റസൂലേ, എനിക്കറിയാം നിങ്ങൾക്കല്ലെങ്കിലും ആ കുള്ളത്തി ഹഫ്സയോടൊരു പ്രത്യേക ചായ്വുണ്ട്. കുനിഞ്ഞിരുന്ന് പാത്രം പൊട്ടിയത് പെറുക്കി വെക്കുന്ന പ്രവാചകൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ആയിഷ, പൊട്ടിപ്പോയ പാത്രം ഒരുപക്ഷെ ഹഫ്സ ക്ഷമിച്ചേക്കും, പക്ഷെ നീ പറഞ്ഞ കുള്ളത്തി എന്ന വാക്ക് അത് കടലിൽ കലക്കിയാൽ കടല് പോലും നശിച്ചു പോകുമായിരുന്നു ആയിഷ എന്ന് പഠിക്കാത്ത ഒരാളും ഈ കൂട്ടത്തിലില്ല, ഒരാളും മുബഹിദികളിലില്ല. മറ്റൊരുത്തന്റെ പച്ചയിറച്ചി തിന്നലും കുത്തിത്തിരിപ്പുണ്ടാക്കലും കുത്തുവാക്ക് പറയലും അല്ലെങ്കിൽ നാവ് കൊണ്ടൊരാളെ വേദനിപ്പിക്കലും ഉള്ളത് പറയലും. വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യൻ 3 പേരിക്കാണ് വ്യഭിചരിച്ചാൽ പോലും നിങ്ങൾ പറയരുത്, 4മതൊരുത്തൻ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിച്ച നമ്മൾക്ക് നമ്മളെ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദീനേ ഉള്ളൂ, സ്വഭാവമല്ല. ദീനുണ്ടാവും, നെറ്റിത്തടത്തിലെ കറുത്ത ടൈമ്പുണ്ടാകും, ഉടുക്കുന്ന ഡ്രസ്സിലുണ്ടാകും, പോകുന്ന ഖുർആൻ ക്ലാസ്സിലുണ്ടാകും, പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തൊക്കെ ഉണ്ടാവും. പക്ഷെ ദീന് നെഞ്ചിന്റെ ഉള്ളിക്ക് കയറിയിട്ടുണ്ടാവില്ല. ആ ദീൻ ഉണ്ടാവാൻ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഫിത്നയുണ്ടാക്കുക എന്നുള്ളത് കൊലപാതകത്തെക്കാൾ കഠിനമാണ്. നമ്മളെ നാവ് കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു സംസാരം കൊണ്ടോ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു അസ്വസ്ഥതയുടെ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രയാസത്തിന്റെ ഒരു നൊമ്പരം മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ, നിങ്ങൾ ചെയ്യുന്നത് കൊലപാതകത്തെക്കാളും കഠിനമായ കാര്യമാണ്. ചില ആളുകൾ പറയും സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. സ്നേഹം കൊണ്ട് പറയല്ല, പടച്ചവനോട് പ്രാർത്ഥിക്കുക ചെയ്യേണ്ടി, നല്ല ബുദ്ധി കൊടുക്കണേ റബ്ബേ, ഹിദായത്ത് കൊടുക്കണേ എന്ന്. അല്ലാതെ ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കിയിട്ട് 4 ആളോട് പറഞ്ഞിട്ട് ഞാൻ സ്നേഹം കൊണ്ട് പറയാ എന്ന് പറയുന്നത് സ്വന്തം ചെയ്യുന്ന അവിവേകം ന്യായീകരിക്കാനുള്ള വർത്താന. നമുക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധാണത്. ഇന്ന് ചില ആളുകൾക്ക് തോന്നി പറഞ്ഞാലേ കുറ്റാവൂ, എഴുതി വിട്ടാ കുറ്റാവൂല. അതുകൊണ്ട് സർവ്വ സോഷ്യൽ മീഡിയയിലും തെമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും പ്രചരിപ്പിക്കുന്നവര്. ചിലർ കരുതി മതത്തിൽ പറയുന്നവർക്ക് മാത്രമേ ഇത് ബാധകുള്ളൂ, രാഷ്ട്രീയക്കാരന്റെ പെണ്ണ് കേസ് പറയുന്നതിന് പ്രശ്നമല്ല. ഇങ്ങനെ പല രംഗത്തും പല കോലത്തിലും ആളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും നമ്മളെ സ്വഭാവം കൊണ്ട് നിങ്ങൾ ഒരാളെ വെറുപ്പിക്കരുത്. വിശ്വാസികൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. നമ്മൾ പല സമയത്തും പഠിക്കുന്ന ഒരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ റസൂലുള്ളാന്റെ മുഖത്തിന്റെ നേരെ വാള് ചൂണ്ടി നിന്നെ ആര് രക്ഷിക്കും മുഹമ്മദ് എന്ന് ചോദിച്ചപ്പം എനിക്ക് അള്ളയുണ്ടെന്ന് പറയുകയും പേടികൊണ്ട് വാള് നിലത്ത് വീണപ്പം ആ വാളെടുത്ത് പുഞ്ചിരിയോടെ റസൂല് തിരിച്ചു ചോദിച്ചു, നിന്നെ ആര് രക്ഷിക്കും മുഹമ്മദേ, നീയും നിന്റെ റബ്ബും എന്ന് പറയുമ്പം പുഞ്ചിരിയോട് അദ്ദേഹത്തെ സുരക്ഷിതനായി പറഞ്ഞയച്ച ഒരു വെറുപ്പും പ്രകടിപ്പിക്കാത്ത റസൂലുള്ളാന്റെ ചരിത്രം കേട്ട് പുളകം കൊണ്ടാ പോരാ. നമ്മളെ സ്വഭാവം കൊണ്ട് നമ്മളൊരാളെ വെറുപ്പിക്കാൻ പാടില്ല, ഒരാളെ മനസ്സിലൊരു സങ്കടം ഉണ്ടാക്കാൻ പാടില്ല. ഇന്ന് പല ആളുകളും എല്ലാ കാര്യത്തിലും തലട്ടിട്ട് ഷോ കാണിക്കും. ഞാനിത് പറയുന്നത് ഒരു വിശ്വാസിക്ക് ഇത് പാടില്ലാത്തത് കൊണ്ടാണ്. എല്ലാ കാര്യത്തിലും ചില സ്ഥലങ്ങളിൽ കല്യാണ നിക്കാഹ് വേദികളിലൊക്കെ കാണാം, എല്ലാറ്റിലും ഒച്ചപ്പാടുണ്ടാക്കി ശബ്ദം ഉണ്ടാക്കി. എല്ലാ കല്യാണ പോരയിലുണ്ടോ അങ്ങനത്തെ കുറച്ചെണ്ണം. ഒരു സ്വയം ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെയൊക്കെ വലിയ ആളാണ്, എനിക്കിതൊക്കെ തികഞ്ഞതാണ്, എനിക്കിതൊക്കെ അറിയാവുന്നതാണ് എന്ന നിലക്കൊരു ഷോ സ്വാധീനമറിയിക്കാൻ വേണ്ടി വേഷം കെട്ടുന്ന ഇത്തരക്കാരായ ആളുകളെ പറ്റി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വാക്കുണ്ട്, ഏറ്റവും വലിയൊരു വിശ്വാസിയുടെ ലക്ഷണം മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഗ്നി. ഇസ്ലാമിന്റെ ഏറ്റവും മഹത്വമായ കാര്യത്തിൽപ്പെട്ടതാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് തലടാണ്ടിക്കുക എന്നുള്ളത്. ഒരാവശ്യമില്ലാത്ത വിഷയത്തിൽ ഇന്ന് 4 ആൾ അവിടെ കൂടിയിരുന്ന് വർത്താനം പറയുമ്പോൾ തലയായിട്ട് അങ്ങോട്ട് നിങ്ങൾ ആരെ പറ്റി പറഞ്ഞ ആവശ്യം, ഞാനും പറഞ്ഞതാ, എനിക്കുണ്ട് അതിന്റെ കൂടെ കുറച്ച് പറയാൻ, അവിടെ ഇരുന്നിട്ട് ബാക്കി പറയും. കുടുംബത്തിലായാലും കല്യാണപ്പോരയിലായാലും എവിടെ ചെന്നിട്ടാണെങ്കിലും എന്തുണ്ടൊന്ന് തലട്ടിട്ട് ആളാവാൻ, തലട്ടിട്ടൊന്ന് ഷോ കാണിക്കാൻ എന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു മനസ്സ്, സ്വാധീനം അറിയിക്കാൻ വേണ്ടിയിട്ട് എവിടെയും കയറി നരങ്ങുന്ന ഒരു മനസ്സ്, അത് നമ്മൾക്കുണ്ടെങ്കിൽ അത് വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാ. ഒരിക്കലും നമുക്ക് ഉപകാരമില്ലാത്ത, നമുക്കൊരു തരത്തിലും യാതൊരുവിധ കാര്യത്തിലും അറിവില്ലാത്തൊരു വിഷയത്തിൽ നിന്ന് മാറി നിൽക്കലാ നന്മ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ പഠിപ്പിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സെക്കൻഡ് വരെ പറഞ്ഞൊരു വാക്കുണ്ട്. മരണം കൺമുൻപിൽ കാണുന്ന ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലിരിക്കുന്ന ലക്ഷക്കണക്കിന് സഹാബാക്കളെ 20 രാജ്യങ്ങളെന്ന് ഉമറിന്റെ കീഴിലാ. ആ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന മിമ്പറിൽ ഒരു വാക്കുണ്ട്, 'ഞാൻ മൗനം പാലിച്ചതിന്റെ പേരിൽ എനിക്കൊരിക്കലും ഖേദിക്കേണ്ടി വന്നിട്ടില്ല. 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 'ഞാൻ മൗനം പാലിച്ചതിന്റെ പേരിൽ എനിക്കൊരിക്കലും
പക്ഷെ ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ, എന്റെ നാവ് ഞാൻ അഴിച്ചിട്ടതിന്റെ പേരിൽ പലപ്പോഴും എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മോശപ്പെട്ട സ്വഭാവമാണ് നാവ് യഥേഷ്ടം എവിടെയും ഉപയോഗിക്കുക എന്നുള്ള ചിന്ത. അതൊരു വിശ്വാസിക്ക് പാടില്ലാത്തതാ. അവന്റെ വാക്കുകൾ മാന്യമാവണം, അവന്റെ പ്രതികരണങ്ങൾ മാന്യമാവണം, അവന്റെ ഇടപെടലുകൾ മാന്യമാവണം. കുടുംബത്തിൽ സംസാരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ മാന്യത കാണിക്കണം. ചില ആളുകൾ നാട്ടിൽ നല്ല ദീനായിരിക്കും, പെണ്ണുങ്ങൾ പറയും, ഓരോരുത്തരും പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നും അല്ലേ, ചില ആളുകൾ പറയും നല്ല ദീനാവസ്ഥ പിയാപ്പള, പക്ഷെ ചൂടായാലുണ്ടല്ലോ എന്താ പറയുന്നത് അയാൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവൂല, തെറിയല്ലാണ്ട് വിളിക്കൂല. വാ തുറന്ന് കിട്ടിയാൽ പിന്നെ പറയുന്നതൊക്കെ തെറിയായിരിക്കും. എന്തൊക്കെയോ പറയുന്നത് കാണാം. അത് കാറാ നോക്കൂല, അങ്ങാടിയാ നോക്കൂല, കല്യാണപ്പരയാ നോക്കൂല, അങ്ങനെ പറയും. ഇങ്ങനെയൊക്കെ പരസ്യമായിട്ട് പറയുന്ന ചില ആൾക്കാരുടെ സങ്കടം കണ്ട് നമ്മളും നോക്കി നിരസിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാ. അവനവന്റെ നാവ് ഉപയോഗിക്കുന്നിടത്ത്, അത് കുത്തുവാക്കാവട്ടെ അസഭ്യമാവട്ടെ, ഏത് തരത്തിലുള്ളതാണെങ്കിലും, വാഹനത്തിൽ എതിരെ വരുന്നവൻ ദിമ്മടിക്കാത്തതിന്റെ പേരില് പിന്നെ ഓന്റെ പുരയിലെത്തുന്നവരെ മനസ്സിൽ കുറുകുറുത്തിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കി തെറി വിളിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല നിലക്കും ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ഏറ്റവും വലിയൊരു സ്വഭാവ ഒരു ഫിത്നയുടെ അവനവന്റെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, നാവ് കൊണ്ട് ഒരാൾക്കൊരു ഫിത്ന ഉണ്ടാക്കുന്ന, ഒരാളുടെ മനസ്സിൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു തരത്തിലുമുള്ള ഇടപെടലുകളിലേക്ക് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തെ ചേർത്ത് നിർത്താൻ പാടില്ല. അവന്റെ ജീവിതത്തിൽ അത് ഉണ്ടാവരുത്. ഞാനിത് പറയാനുള്ള കാരണം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറഞ്ഞതല്ല. ഈ രണ്ട് താടിയലിന്റെ ഇടയിലുള്ള സാധനത്തിനെ സൂക്ഷിച്ച സ്വർഗം ഞാൻ വാങ്ങിത്തരാന്ന്. എത്ര നിസ്സാരമായൊരു സാധന ഇത്, എത്ര എളുപ്പം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധന, പക്ഷെ എത്ര വലിയ കെട്ടും എത്ര വലിയ മനസ്സും സങ്കടപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധന ഇത്. അതുകൊണ്ട് നല്ല നിസ്കാരവും നോമ്പും ഒക്കെ ദീനിയായ ഭയങ്കര ഇബാദത്തുള്ള വ്യക്തിയായി ജീവിക്കുന്നു എന്നുള്ള അഭിമാനം ഉണ്ടായാൽ പോരാ, മറിച്ച് ആ വിശ്വാസത്തോടൊപ്പം എന്റെ നാവും എന്റെ ജീവിതവും ഒരു ഫിത്നയുടെയും കണ്ണിയല്ല, ഞാൻ ഒരു ഫിത്നന്റെയും ഭാഗമല്ല, എന്നെക്കൊണ്ട് കുടുംബത്തിലോ നാട്ടിലോ ഒരു ഫിത്ന ഉണ്ടായിട്ടില്ല എന്ന് സ്വയം ചിന്തിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മുഅ്മിനാവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇതാണ് ഒന്ന്. രണ്ടാമത്തത്